ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് കേട്ടോ. ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കുക. അപ്പൊ ഇൻഗ്രീഡിയൻസ് നമ്മുടെ പാറുട്ടി പരിചയപ്പെടുത്തുന്നതാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാ പാറു? തക്കാളി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ഉള്ളി. നമ്മള് ചിക്കനില് മെയിൻ ആയിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി ഉണ്ട്, അതുപോലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മസാലപ്പൊടിയൊക്കെ നമ്മള് വറുത്താണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ടിട്ടുണ്ട്. കടുകിട്ടതിന് ശേഷം നമ്മൾ എന്തിടുന്നുണ്ട്? ഇഞ്ചിയാണ് ആദ്യം ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ എന്തിടുക? കറിവേപ്പില എടുത്തിടുക. കറി ചേട്ടൻ്റെ അവിടെ കറിവേപ്പില പറിച്ചുകൊണ്ടുവന്നാണ്. 2-3 ദിവസമായി പറിച്ചുകൊണ്ടുവന്നിട്ട്, അതുകൊണ്ട് തന്നെ വാടി കിടപ്പാണ് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാം. പറ, എന്തൊക്കെയാ പാപ്പു നമ്മൾ ഇട്ടിരിക്കണേ? ആദ്യം എന്താ ചട്ടിയിലേക്ക് ഒഴിച്ചേ? എണ്ണ ഒഴിച്ചില്ലേ? പിന്നെ എന്താ ചെയ്തേ? കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ എന്തൊക്കെയാ എടുത്തിട്ട് അതില്? ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി. തക്കാളി ഇട്ടിട്ടില്ല. പിന്നെ കറിവേപ്പില, ഉള്ളി. ഇത് ഉള്ളി. തക്കാളി ഇട്ടിട്ടില്ലടാ. തക്കാളി ഇട്ടല്ലേ തിരക്കില്ലേ? അപ്പൊ നമ്മുടെ അമ്മ കാര്യമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്താ പാറുയിലിടാൻ പോന്നെ? പൊടി. എന്ത് പൊടിയൊക്കെ ഇടുന്നേ? മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി. ഓക്കെ. അപ്പൊ അതിലേക്ക് നമ്മൾ ഇടാൻ പോവാണ്. ഉള്ളി ഏകദേശം വഴണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ തക്കാളി ഇട്ടു. ആദ്യം മൂത്തിട്ട് വേണം മുത്തേ തക്കാളി ഇടണമെങ്കിൽ. അപ്പൊ ഗൈസ്, മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്. ജസ്റ്റ് കളറും മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്താ ഇടാൻ പോകുന്ന പാറൂസേ? തക്കാളി. അരിഞ്ഞു വെച്ച തക്കാളി. ഇത് വീട്ടിലുണ്ടായ തക്കാളി കേട്ടോ. അതുകൊണ്ട് അധികം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒടുക്ക മത്തപ്പുളി ആയിരിക്കും ഗൈസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്ന എന്താണ്? മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചിക്കൻ. നമ്മൾ ഓൾറെഡി ചിക്കനിൽ എന്തൊക്കെ ഇട്ട് വെച്ചെന്നാ പറഞ്ഞേ? അതിലിട്ട് വെച്ചിരിക്കുന്നതാണ് മഞ്ഞപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മളത് നല്ലോണം തിളച്ച് വേവുന്നവരെ സമയം കൊടുക്കും. അപ്പൊ അത് വെന്ത് വരുന്നവരെ എന്ത് ചെയ്യും? നമ്മൾ അടച്ചു വെക്കുകയാണ് ചെയ്യുക. അങ്ങനെയല്ല പാറൂസേ? പാറു ഇപ്പൊ അമ്മേന്റെ കൂടെ കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങി. അപ്പൊ നമ്മളത് അടച്ചു വെക്കുകയാണ്. അപ്പൊ നോക്കൂ, നമ്മൾ തുറന്നു കഴിയുമ്പോഴെന്താണ്? ലാസ്റ്റ് പ്രോസസ് ആട്ടോ. ചിക്കൻ കറി റെഡിയാണ്. പിന്നെ നമ്മള് ചിക്കൻ കറിയും കപ്പയും കൂടെ അടിച്ച് കയറ്റാൻ പോവാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മുടെ ചിക്കനും തട്ടിക്കൂട്ട് ചിക്കനും കപ്പയും ഇവിടെ റെഡിയാണ്. ദേ ചേച്ചിയോട് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പാറു ഒന്ന് വ്രതത്തിലാണ് ഗൈസ്.